ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചേഞ്ചസ് ബ്യൂട്ടിഫുൾ വേൾഡ്. സോ ഇന്ന് ഞങ്ങളൊരു ഓസ്ട്രേലിയ ചെന്നിട്ടൊരു ട്രിപ്പിന് പോകുന്നു. ഞങ്ങൾ ട്രിപ്പിന് ബീച്ച് സൈഡിൽ പോയതാ. സോ ടാറിയിലാണ് ഞങ്ങൾ. സോ 30 മിനിറ്റ്സ് അല്ലെങ്കിൽ 1.5 hours ട്രാവൽ ചെയ്താൽ നമുക്കൊരു ബീച്ച് സൈഡിലെത്താം. സോ ഞങ്ങൾ ആ ബീച്ചിൽ പോയതാണ്. ഞങ്ങളൊരു മോർണിംഗ് സൈനായിട്ട് പോയത്. സോ ഞങ്ങൾക്ക് കുറേ നേരം അവിടെ ഇരുന്ന് നല്ല രസമാണ് കേട്ടോ. ബീച്ചിലെ വാട്ടറൊക്കെ നല്ല ക്ലിയർ ആയിരുന്നു. നല്ല നമുക്കെന്താ അടി തെളിഞ്ഞ് മണ്ണൊക്കെ കാണാൻ പറ്റുന്ന നല്ല ബ്ലൂ എന്ന് പറയാം, അല്ലെങ്കിൽ ഗ്രീൻ കളർ വാട്ടർ എന്ന് പറയാം. നല്ല ശുദ്ധമായ ജലമായിരുന്നു. ഉണ്ടോ ആ ബീച്ചിൻ്റെയൊക്കെ സൈഡിലാണെങ്കിലും നമുക്കിങ്ങനെ കക്കകളും ജീവനോടെ അങ്ങനെ ഓരോ ആനിമൽസ്, സീ സൈഡിലുള്ള എല്ലാ ആനിമൽസിന് കക്കേനെയൊക്കെ ഇഷ്ടം പോലെ ഇവിടെ കാണാൻ പറ്റുമായിരുന്നു. ഇവൻ ആ കല്ലുകളിൽ പോലും അവരാ ഒരു പായലിൻ്റെ ഇതൊന്നും കളയാതെ എല്ലാം നമുക്ക് നല്ല തനതായ ബീച്ചിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് അവരവിടെ എല്ലാ നാച്ചുറൽ ഇതും അവർ സൂക്ഷിച്ചിട്ടുണ്ട് അല്ലേ. നല്ല രസമാണ്. അതാകുമ്പോൾ മോർണിംഗ് സമയം കൊണ്ട് കൂടെ നല്ല രസമാണ്. അത്യാവശ്യം തണുപ്പായിരുന്നു. ഞങ്ങൾ സ്വെറ്റേഴ്സൊക്കെ എടുക്കാൻ മറന്നു. ഈ ഫസ്റ്റ് ട്രിപ്പ് ആയതുകൊണ്ട് ഞങ്ങൾ അത്ര എക്സ്പെക്ട് ചെയ്തില്ല. ഈ ബീച്ചിൻ്റെ അവിടെ നമ്മളൊരു വ്യൂ പോയിന്റ് ഉണ്ട്. ആ വ്യൂ പോയിന്റിലേക്ക് നമ്മള് ബീച്ചിന്റെ തന്നെ വ്യൂ പോയിന്റ്, പക്ഷെ അത് ഇച്ചിരി കൂടി മുകളിലാണ്. അതിനോട്ട് ഇപ്പം നമ്മൾ വണ്ടി കൊണ്ടാണ് പോകുന്നത്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങളുടെ ക്ലൂഗർ എടുത്തിട്ടുള്ള ഫസ്റ്റ് ഫാമിലി ട്രിപ്പായിരുന്നു. ഇവിടെ ഒരു ഹോളിഡേ ആയിരുന്നു. നെക്സ്റ്റ് ദിവസം തന്നെ ഞങ്ങൾ പോയി എന്നുള്ളതാണ്. അതെ, എല്ലാവരും കൂടെ നമ്മുടെ വ്യൂ പോയിന്റിലെത്തി. അത് ബീച്ച് സൈഡിലെ റെസിഡൻഷ്യൽ ഏരിയ കേട്ടോ. ഇവിടുത്തെ ആ രാവിലത്തെ ബീച്ച് സൈഡിന്റെ സൈഡിൽ തന്നെ വീടുണ്ട് കേട്ടോ. സോ അവരുടെ ആകുമ്പോൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ ബീച്ചൊക്കെ കാണാം. അങ്ങനത്തെ കുറേ വീടുണ്ട് കേട്ടോ ഈ സൈഡിൽ. ഒരു സൈഡിൽ വീട്, മറ്റേ സൈഡിൽ ബീച്ചായിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ആ വ്യൂ പോയിന്റിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ വ്യൂ പോയിന്റ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു പാലമാണ്. ആ പാലത്തിൻ്റെ മുകളിൽ കയറി നിന്ന് നമുക്ക് ബീച്ച് കാണാം. നല്ല ഡീപ്പ് സീ കാണാൻ പറ്റും. ഇതാകുമ്പോൾ ഇച്ചിരി പൊക്കമുള്ള സ്ഥലം, അതുകൊണ്ട് കറക്റ്റ് സീ നമുക്ക് കാണാൻ പറ്റും. കുറേ പാർട്ട് ഓഫ് ദ ഓഷ്യൻ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ടോള ഇവിടെ വെയിലിനെയും ഡോൾഫിനെയൊക്കെ കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. പക്ഷെ ഞങ്ങളൊന്നും കണ്ടില്ല. കാണാൻ പറ്റുമെന്ന് കുറേ പേര് പറഞ്ഞു. ഞങ്ങൾക്ക് തോന്നുന്നു റെയർലി ആണ് കേട്ടോ. ഡോൾഫിനൊക്കെ ചാടുന്നു ആരും ഞങ്ങളൊന്നും കണ്ടില്ല. വെയിലിനെയും കണ്ടില്ല. പല സ്പോട്ടുണ്ട്. അപ്പോൾ ആ സ്പോട്ടിൽ ബ്ലൂ വാട്ടർ ബീച്ച്. അപ്പം ഞങ്ങൾ ബീച്ച് ബ്ലൂ വെള്ളം കണ്ടുക്കാം. അപ്പം ഞങ്ങൾ ഈ ബീച്ച് ഇഷ്ടം. അപ്പം എവരിഡേ ഞങ്ങൾ ബീച്ച് കമ്മിങ്. എവരിഡേയോ ബീച്ചിൽ പോകാൻ പറ്റില്ല. സോ കൊച്ചിൻ്റെ ആഗ്രഹം കൊച്ചു പറഞ്ഞ എവരിഡേ ഞങ്ങൾക്ക് ബീച്ചിൽ പോകണം. എല്ലാം ദിവസം കൊച്ചിന് നമ്മൾ സ്ഥലം ഇഷ്ടപ്പെട്ടു അല്ലേ, അതുകൊണ്ടല്ലേ. സോ ഇതാണ് ആദ്യത്തെ വ്യൂ പോയിന്റ്. ഇവിടെ നിന്നാകുമ്പോൾ നല്ല രസമാണ് കേട്ടോ കാണാൻ. ഇങ്ങനെ സീ ബ്ലൂ കളറാ കാണാൻ പറ്റും. അപ്പം ഇവിടെ കാണാൻ പറ്റും. അപ്പം ഞങ്ങളവിടെ എത്തി. ഞങ്ങളവിടെ നിന്നിട്ട് ഇങ്ങനെ നോക്കുമായിരുന്നു. സീയിലെ വേവ്സ് ഒക്കെ വന്ന് മണ്ണൊക്കെ ഒലിപ്പിച്ചുകൊണ്ട് പോകുന്നത് നമുക്ക് കാണാം. ആ ഫോഴ്സ്ഫുള്ളി വന്നത് അങ്ങനെ ആ സൈഡിൽ വന്ന് അടിക്കുന്ന കാണാൻ നല്ല രസമാണ്. നല്ല കാറ്റും ഇളം വെയിലൊക്കെ കൊണ്ട് അവിടെ ഇങ്ങനെ നിൽക്കാൻ നല്ല രസമായിരുന്നു. അതാണ് ഫസ്റ്റ് വ്യൂ പോയിന്റ്. അവിടെ നിന്ന് ഇനി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നടന്നാൽ നമുക്ക് നെക്സ്റ്റ് വ്യൂ പോയിന്റ്. അങ്ങനെ നടന്ന 3 വ്യൂ പോയിന്റ് ഉണ്ട്. സോ ഇതാണ് അതിലെ ആദ്യത്തെ വ്യൂ. അപ്പം ഞങ്ങൾ കാണപ്പെട്ട ബ്ലൂ വാട്ടർ വെച്ച് കണ്ടു. കൊച്ചു ബ്ലൂ വാട്ടറാണ് കണ്ടത്. അതോ കൊച്ചു എടുത്ത് പറഞ്ഞു ബ്ലൂ വാട്ടറാണ്. അവിടെയാണെങ്കിൽ ആ മരങ്ങളൊന്നും നശിപ്പിക്കാതെ മലകളുണ്ട്. മലയുണ്ട്, മരമൊക്കെ ഉണ്ട് ബീച്ചിലല്ലേ. കൊച്ചിന് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. അമ്മ കറക്റ്റ്.
എച്ചിട്ടനാണ് ഡാൻസ് വെച്ചിട്ട് നമ്മൾ ഡാൻസ് കളിക്കാൻ ഭയങ്കര എത്ര ഇഷ്ടം യാ പീച്ച് കട്ട പീച്ച് സോ നമ്മൾ നെക്സ്റ്റ് വ്യൂ പോയിന്റിലോട്ട് നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ ആണെങ്കിലും ഫുൾ ബിഗസ്റ്റ് ടീ ഉണ്ട്. അപ്പം ഞങ്ങൾ നന്നായിട്ട് ഇട്ടു മറ്റേ സെഷൻ ഇട്ടി. അപ്പം ഞങ്ങൾ നന്നായിട്ട് ഇട്ടി. സോ ഇവിടെ ആണെങ്കിലും മരമൊക്കെ അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ. സോ ഇതാണ് നമ്മുടെ സെക്കൻഡ് വ്യൂ പോയിന്റ്. ഇതാകുമ്പം ഫസ്റ്റ് വ്യൂ പോയിന്റിനെക്കാട്ടി ഇച്ചിരിയും കൂടെ താഴെയാണ്. ഫസ്റ്റ് വ്യൂ പോയിന്റിന് ഇതിൽ ഇച്ചിരി കൂടെ ഹൈറ്റ് കൂടുതലാണ്. അവിടെ വേറൊരു സൈറ്റാണ് വരുന്നത്, ഇത് അടുത്ത സൈറ്റാണ് വരുന്നത്. ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് ആ വ്യൂ സൈറ്റ് കാണാൻ പറ്റും. അതൊക്കെ ഫുൾ അപ്പം ഞങ്ങൾ കാണാൻ പറ്റും. വൺ സൈഡിൽ ഫുള്ള് ട്രീ ആണ്. അതാണ് കൊച്ചു പറയുന്നത്, നമ്മൾ നടന്നു വരുന്ന വീട് വൺ സൈഡ് ഫുൾ ട്രീ ആണ്. ഇനിയിപ്പോൾ നമ്മൾ തേർഡ് വ്യൂ പോയിന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇതാകുമ്പോ എല്ലാ വ്യൂ പോയിന്റിലോട്ട് പോകുമ്പോ മരം വന്ന് ഗുഹ ഉണ്ടാക്കുന്ന പോലെ ഒരു സ്ഥലമാണ്, ടണൽ പോലെ. അതുപോലെ തന്നെ ടണലിനകത്ത് കൂടെ നമ്മൾ പോകുന്ന ടൈപ്പാണ് നമ്മൾ ഫുൾ ഉണ്ട്. അപ്പം ഞങ്ങൾ ഇത്തിരി ഞങ്ങൾ അതെ നമ്മളൊരു ടണലിനകത്തൂടെ പോകാൻ മരത്തിന്റെ ടണലാണ്. ഇത് നേച്ചർ ക്രിയേറ്റ് ചെയ്തതാ. വ്യൂ പോയിന്റിലെത്തി. ഇവിടെ ആകുമ്പോ ബെഞ്ചൊക്കെ ഇട്ടുണ്ട് കേട്ടോ. ബെഞ്ചുണ്ട്. അപ്പം ഞങ്ങൾ കാണാൻ പറ്റും. ബെഞ്ചുണ്ട്, ഇരുന്ന് ലഞ്ചൊക്കെ കഴിക്കാനായിട്ടുള്ള ബെഞ്ചൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇനി നെക്സ്റ്റ് പോയാൽ നമുക്ക് ബീച്ച് സൈഡിലേക്കുള്ള സ്റ്റെപ്സ് അതന്നെ ബീച്ച് സൈഡിലേക്ക് ഇനി ഈ ടണലിൽ ചെല്ലുന്ന ബീച്ച് സൈഡിലേക്കാണ്. അവിടേക്ക് നമ്മൾ പോയില്ല. അങ്ങനെ നമ്മുടെ ട്രിപ്പ് എല്ലാം കഴിഞ്ഞ് കാറിൽ ഞങ്ങൾ തിരിച്ച് ടാറിയിലേക്ക് വന്നുകൊണ്ടിരിക്കുക അല്ലേ. നമ്മുടെ പ്ലേസ് ഏതാ ടെസു? ടാറിയിലേക്ക് വരികയാണ്. ടാറിലേക്ക് വരുമ്പോൾ വീണ്ടും പച്ചപ്പ് കൂടുതലാണ്. നല്ല രസം, കാട്ടിക്കൂടെ വണ്ടി ഓടിക്കുന്ന പോലത്തെ ഫീലിംഗ്. അതുപോലെ പച്ചപ്പ്. ഇടയ്ക്ക് നമുക്ക് ഫാംസും കുതിരയുടെ ഫാമും ഒക്കെ കാണാം കേട്ടോ. അതെ, കൗവിന്റെ ഫാമും കുതിരേനെയൊക്കെ കാണാം. ഞങ്ങൾക്ക് ബൈ ബൈ. എല്ലാവരും പോയി ആ ബീച്ച് സൈഡൊക്കെ ഒന്ന് കാണണം. ഓസ്ട്രേലിയയിൽ എല്ലാവരോടും ഞങ്ങളവിടെ പോയി വിസിറ്റ് ചെയ്യാൻ പറയുന്നു. ബൈ.